റോച്ചായ നേരത്തെ സർക്കാർ ജീവനക്കാർക്ക് നൽകിയിരുന്ന മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റിൽ പരിമിതികളുണ്ടെന്ന് പറഞ്ഞു കൊണ്ടുവന്ന സംവിധാനമാണ് മെഡിസെപ്പ്. അത് തന്നെ ഇപ്പോൾ ജീവനക്കാർക്കും പെൻഷനേഴ്സും എല്ലാം വലിയ കുരുക്കായി മാറിയിരിക്കുകയാണ്. ഇവർക്ക് കൃത്യമായി ക്ലെയിം ലഭിക്കുന്നില്ല എന്നുള്ള പരാതി ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെയാണ് ഈ സർക്കാരിന് ഒരു പാളിച്ച പറ്റിയത്? ഇത് കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ 2 വർഷമായിട്ട് ഓറിയന്റൽ എന്ന് പറയുന്ന ഒരു കമ്പനിയൊക്കെയാണ് സംസ്ഥാന സർക്കാർ ഈ മെഡിസെപ്പിന് വേണ്ടിയുള്ള ഇത് കൊടുത്തിരിക്കുന്നത്. അവരാണ് ഈ ഇൻഷുറൻസ് ക്ലെയിമുകൾ, ഹെൽത്ത് വൈസ് ആയിട്ടുള്ള ഇൻഷുറൻസ് ക്ലെയിമുകൾ പരിശോധിക്കാനും അവരാണ് നൽകേണ്ടത്. അതിനകത്ത് ഒരു ജീവനക്കാരൻ്റെ കയ്യിൽ നിന്ന് 654 രൂപയാണ് പ്രതിവർഷം പ്രീമിയമായിട്ട് വാങ്ങുന്നത്. ഏതാണ്ട് 12 ലക്ഷം പേർക്കാണ് ഇതിൻ്റെ ഈ മെഡിസെപ്പിനകത്തേക്ക് ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ള പേരുണ്ട്. അതായത് പെൻഷൻകാർ ഉൾപ്പെടും. ഇപ്പോൾ നിലവിലുള്ള സർക്കാർ ജീവനക്കാർക്ക് പുറമെ പെൻഷൻകാർ ഉൾപ്പെടുന്നതാണ് ഈ 12 ലക്ഷം പേരെന്ന് പറയുന്നത്. പിന്നെ അവരുടെ കുടുംബാംഗങ്ങൾപ്പെട്ടവർക്കും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടും. അപ്പോൾ ഇപ്പോൾ ഈ പ്രശ്നം വന്നിരിക്കുകയെന്ന് പറയുന്നത് പല സ്വകാര്യ ആശുപത്രികളും പോയി കഴിയുമ്പോൾ ഇവർ ഈ മെഡിസെപ്പിനെ വിശ്വസിച്ചാണ് ചികിത്സയ്ക്ക് വേണ്ടി പലയിടത്തും പോകുന്നത്. അപ്പോൾ ഈ ക്ലെയിമുകളൊന്നും തന്നെ പലർക്കും കിട്ടുന്നില്ല. ഏതാണ്ട് 1.25 ലക്ഷം പേരുടെ ക്ലെയിമുകളാണ് കഴിഞ്ഞ ഒരു വർഷം മാത്രം നിരസിച്ചതായിട്ട് ഇപ്പോൾ ഇന്നും ഇന്നലെയുമായിട്ടൊക്കെ മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം ഒരു 100 കോടി രൂപ, ഏതാണ്ട് ഒരു 100 കോടി രൂപയോളമാണ് അത്തരത്തിൽ അതിക്രൂരമായ രീതിയിൽ ഇൻഷുറൻസ് കമ്പനികൾ ഡിനേ ചെയ്യുന്നു എന്ന് പറയുന്നത്. പലപ്പോഴും പലരും ആശുപത്രിയിൽ നിന്ന് വിട്ടിറങ്ങണമെങ്കിൽ സ്വന്തം കയ്യിലെ പൈസ മുടക്കി പോകേണ്ട സ്ഥിതി. ഇപ്പോൾ ഇന്നത്തെ മാധ്യമങ്ങളിൽ വന്ന വലിയൊരു വാർത്ത എന്ന് പറയുന്നത് പക്ഷാഘാതം, അതായത് സ്ട്രോക്ക് വന്ന ഒരാൾക്ക് ആശുപത്രിയിൽ ചികിത്സിച്ച് 2,58,000 രൂപ വരെ ആയപ്പോൾ ഇൻഷുറൻസ് കമ്പനി ചോദിച്ചത് ആശുപത്രി പോകേണ്ട കാര്യമൊന്നും കിടത്തി ചികിത്സയുടെ ആവശ്യമില്ലല്ലോ. അതായത് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത ഒരാൾ, അയാളുടെ ഒരു ശരീരം മുഴുവൻ, ഒരു ശരീരത്തിൻ്റെ വലതുഭാഗം മുഴുവൻ തളർന്ന ഒരാൾ, ഈ കിളിമാനൂരിൻ്റെ അടുത്ത് കടക്കൽ സ്വദേശിയായ ഒരു വ്യക്തിക്കാണ് ഈ ഇൻഷുറൻസ് ക്ലെയിം നിഷേധിച്ചത്. ഇങ്ങനെ നിരവധി പേർക്കാണ് ഇത്തരത്തിൽ ഇൻഷുറൻസ് ക്ലെയിമുകൾ നിഷേധിക്കുക. അപ്പോൾ ഇതുകൊണ്ട് സർക്കാർ ഉദ്ദേശിച്ചതോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ പിന്നെ ജീവനക്കാർ ഉദ്ദേശിച്ചതോ ആയ ഒരു ഫലവും അവർക്ക് കിട്ടുന്നില്ല. പിന്നെ സർവീസിൽ ഇരുന്നതിന് ശേഷം റിട്ടയർമെന്റ് ആയ കക്ഷി അവരുടെ ഏക ഒരു ആശ്രയം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. പെൻഷൻ കാശ് കൊണ്ട് ഒരുപക്ഷെങ്കിൽ ആശുപത്രി ചികിത്സ നടക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇൻഷുറൻസിനെ പിന്നെ അപ്പോൾ ആ സാധ്യതകൾ തന്നെ ഇല്ലാതാക്കുക. സർക്കാർ ഇത് കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ്. ഇങ്ങനെ ഈ ഏജൻസി, ഇൻഷുറൻസ് കമ്പനി ഇത്ര ഗുരുതരമായ നിയമലംഘനം നടത്തിയിട്ട് പോലും സംസ്ഥാന സർക്കാർ അനങ്ങുന്നില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ഇത് വാർത്തയായി പുറത്തു വരികയൊക്കെ ചെയ്യുന്നത്. നിരവധി പേർക്കാണ് ഇത്തരത്തിലുള്ള ഈ പിന്നെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത്. ഇപ്പം എല്ലാവരും ചോദിക്കും, നിങ്ങൾക്ക് സർക്കാർ ആശുപത്രിയിൽ പോയി ചികിത്സിച്ചുകൂടെ? ഇവിടെ എല്ലാവരും പറയുന്ന ആരോഗ്യ കേരളം നമ്പർ 1 എന്ന് പറയുമ്പോഴാണ് ഈ ദുരവസ്ഥ ഉണ്ടാകുന്നത്. കാരണം സർക്കാർ ആശുപത്രിയിൽ പോയാൽ വേണ്ടത്ര ചികിത്സ കിട്ടുന്നില്ല, മരുന്നില്ല, കിടക്കയുടെ ദൗർലഭ്യം, പിന്നെ ദിവസങ്ങളോളം സർജറിക്കും മറ്റുമായി കാത്തിരിക്കേണ്ട ക്യൂ നിൽക്കേണ്ട സ്ഥിതിയാണ്. ഇങ്ങനെ വലിയ തോതിലുള്ള ഒരു ആരോഗ്യ രംഗത്ത് ഒരു അരക്ഷിതാവസ്ഥയുണ്ട്, അനിശ്ചിതാവസ്ഥയുണ്ട്. ഈ സാധനങ്ങൾ, പിന്നെ മരുന്നുകളുടെ ദൗർലഭ്യം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് പലരും സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നത്. സർക്കാർ കൊടുക്കുന്ന ഒരു ഔദാര്യമല്ല, കൃത്യമായി ഇവിടെ ശമ്പളത്തിൽ നിന്നും പെൻഷനിൽ നിന്നും വർഷാവർഷം പ്രീമിയം കട്ട് ചെയ്തിട്ടാണ് ഈ നിങ്ങൾ സർക്കാർ ഒരു സർവീസ് കൊടുക്കാമെന്ന് പറയുന്നത് ഒരു ഏജൻസിയുമായിട്ട് നിങ്ങൾ ടൈപ്പിൽ എത്തിയതിനു ശേഷം ആ ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയാണ്. ഈ പിന്നെ അതായത് ഒരു കൺസ്യൂമർ എന്നുള്ള നിലയിൽ ഒരു ജീവനക്കാരൻ അവൻ അർഹമായ തുകയാണ് പിന്നെ നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത്. കാരണം ആശുപത്രി ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് വൻ ബില്ല് വരുന്നു. അതിനാണല്ലോ നമ്മളൊരു പ്രതിരോധ മാർഗം എന്നുള്ള നിലയിൽ പണം ചെലവാക്കാതെ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് പോകുന്നതിൻ്റെ ഒരു കാര്യം അതാണല്ലോ. അപ്പോൾ അങ്ങനെ ആർക്കും ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല എന്നുള്ളത് ഇതാണിപ്പോൾ വലിയ ചർച്ചാ വിഷയമായത്. ഈ സംസ്ഥാന സർക്കാരിലെ ജീവനക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് ഏതാണ്ട് 5 ലക്ഷം വരും. അത്രയും തന്നെ പെൻഷൻകാരുണ്ട്. ഏതാണ്ട് 12 ലക്ഷം പേർക്കാണ് ഈ ആനുകൂല്യങ്ങൾ കിട്ടേണ്ടത്. അതിൽ ഏതാണ്ട് 1.25 ലക്ഷം പേർക്കാണ് ഒറ്റ വർഷം കൊണ്ട് മാത്രം തന്നെ ഇത് നിഷേധിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതുകൊണ്ട് എന്താ പ്രയോജനം? സർക്കാർ ഇതിനകത്ത് കൈയും കെട്ടി നോക്കുകയാണ്. അപ്പം ഒരുപാട് സംശയങ്ങൾ വരുന്നു. ഈ കമ്പനിയെ ചൂസ് ചെയ്തതിനകത്ത് തന്നെ ഒരുപാട് ആരോപണങ്ങൾ നേരത്തെ തന്നെ കേട്ടിരുന്നു. ഇതിനകത്ത് കമ്മീഷൻ അടിക്കുന്നുണ്ടെന്നോ ഒക്കെ തന്നെ വലിയ ആരോപണങ്ങൾ കേട്ടിരുന്നു. അപ്പം അത് ശരിയാണെന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കാരണം ഈ പിന്നെ ചികിത്സാ ചെലവ് നിഷേധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ ഗുരുതരമായ സംഭവമാണ്. ഇന്നത്തെ മനോരമയിലാണ് ഈ പക്ഷാഘാതം വന്ന ഒരാളുടെ ഈ തുക നിഷേധിച്ചു എന്നുള്ള വാർത്ത തന്നെ പുറത്തു വന്നു. അത്തരത്തിൽ എത്ര പേർക്ക് ഇതേപോലെ തന്നെ നിഷേധിച്ചിട്ടുണ്ടാവും? ആശുപത്രി ശ്രീത്രയിലെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അവിടെ ബില്ല് കൊടുക്കേണ്ട സ്ഥിതി വന്നപ്പോഴാണല്ലോ ഇത് പറയുന്നത് ഈ കിടത്തി ചികിത്സയുടെ ആവശ്യമില്ല എന്ന് വെച്ചാൽ ഇൻഷുറൻസുകാരെന്താ ഈ ആരോഗ്യ രംഗത്തെ വിദഗ്ധന്മാരാണോ? അവർ കഴിയുന്നിടത്തോളം എല്ലാവരുടെയും ഈ തുകകൾ വെട്ടിക്കുറയ്ക്കാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. അതിന്റെ കൃത്യമായ ഒരു ഉദാഹരണമാണ് എന്തുകൊണ്ടാണ് സർക്കാർ
ഈ വിഷയങ്ങൾ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടും സർക്കാർ എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നുള്ളൊരു ഗുരുതരമായ ചോദ്യം. ധനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് യാതൊരു അനക്കവുമില്ല. അതുപോലെ തന്നെ പൊതുഭരണ വകുപ്പിന്റെ കീഴിലാണ് സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വരുന്നത്. ആ കാര്യത്തിൽ പൊതുഭരണ വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയും മിണ്ടുന്നില്ല. ഇതൊക്കെ തന്നെയാണ് ഒരുപാട് സംശയങ്ങൾക്ക് ഇട നൽകുന്നത്. പലപ്പോഴും ഈ സാങ്കേതിക പ്രശ്നവും ഇത് ഈ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. കാരണം ആശുപത്രിയിൽ ഡിസ്ചാർജ് ആവുന്ന സമയത്താണ് സാങ്കേതിക തകരാറ്, സെർവർ തകരാറ് മൂലം പൈസ ക്ലെയിം പാസ്സാകുന്നില്ല, അതുകൊണ്ട് പൈസ അടയ്ക്കേണ്ടി വരുന്നു. ഫലത്തിൽ ഇതുകൊണ്ട് ജീവനക്കാർക്ക് ഒരു ഗുണവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സെർവർ തകരാറ്, സോഫ്റ്റ്വെയറിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ആസൂത്രിത നാടകമായിട്ടാണ് പലപ്പോഴും നീങ്ങുന്നത്. എല്ലാ ആശുപത്രികളിലും രോഗികൾ പണം അടയ്ക്കേണ്ട സമയം വരുമ്പോഴാണ് സെർവർ തകരാറാകുന്നത്. അതുവരെ സെർവറിനോ സോഫ്റ്റ്വെയറിനോ ഒരു തകരാറുമില്ല. അപ്പോൾ അവിടെയാണ് സംശയിക്കുന്നത്. ഈ സർക്കാർ ഈ ആശുപത്രി അധികൃതരും ഇൻഷുറൻസ് കമ്പനി, സ്വകാര്യ ഇൻഷുറൻസ് കമ്പനി ആയതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പിനൊക്കെ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ ജീവനക്കാരൻ ആശുപത്രി ഡിസ്ചാർജ് ആകുന്ന സമയത്താണ് ഒരു ആചാരം പോലെ, അനുഷ്ഠാനം പോലെ സ്ഥിരമായിട്ട് സെർവർ ഡൗൺ ആകുന്നു. ഇവിടെ ഇന്റർനെറ്റ് വളരെ ഫാസ്റ്റ് ഇന്റർനെറ്റ് ഉണ്ടെന്ന് സർക്കാർ അഭിമാനിക്കുന്നത്. അതായത് കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും വേഗതയേറിയ ഇൻഷുറൻസ് കിട്ടുന്നതിന് വേഗതയേറിയ ഇന്റർനെറ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് കെ ഫോൺ കൊണ്ടുവന്നു എന്നൊക്കെയാണ് സർക്കാർ അവകാശപ്പെടുന്നത്. അങ്ങനെ ഉള്ളിടത്തൊക്കെ തന്നെയാണ് ഈ സെർവറിന്റെ തട്ടിപ്പുകൾ സ്ഥിരമായിട്ട് നടക്കുന്നത്. സോഫ്റ്റ്വെയർ ഡൗൺ ആകുന്നതൊക്കെ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് ഇതില്ല, പൈസ കൊടുക്കുന്ന സമയത്ത് സെർവറിന് ഡൗൺ ആകുന്നില്ല, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിന് തകരാറുണ്ടാകുന്നില്ല. എവിടെയാണ് പേയ്മെന്റ് നടത്തുന്ന സിറ്റുവേഷൻ വരുമ്പോഴാണ്, ഇൻഷുറൻസ് കമ്പനി തുക നിഷേധിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കുമ്പോൾ മാത്രമാണ് ഈ സോഫ്റ്റ്വെയർ തകരാറ് ഉണ്ടാകുന്നത്. അതൊരു സ്ഥിര നാടകമായിട്ട് തന്നെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വർഷം 1.25 ലക്ഷം പേർക്ക് ഇങ്ങനെ ഇത് നിഷേധിക്കാനുണ്ടായ സാഹചര്യത്തെ എന്തുകൊണ്ട് സർക്കാർ അന്വേഷിക്കുന്നില്ല? ഇവിടെ CPM-ന്റെ സർവീസ് സംഘടനയാണ് ഏറ്റവും വലിയ സർവീസ്. അവർ മിണ്ടാതിരിക്കുകയാണ്. പ്രതിപക്ഷ സംഘടനകൾ ഈ ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും സർക്കാർ ഇത് കേട്ടതായിട്ട് പോലും നടിക്കുന്നില്ല. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ അന്തരീക്ഷത്തിൽ ഈ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക. സർക്കാർ ഇതുവരെ അനങ്ങിയിട്ടേ ഇല്ല. അപ്പൊ ആ സർക്കാരിന്റെ മൗനമാണ് ഒരുപാട് സംശയങ്ങൾക്ക് ഇട നൽകുന്നത്.